അടുത്തതായി പ്രാർത്ഥനാഗാനം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. നന്ദി. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി ശ്രീ ബിനു സിയാർ, റെക്രിയേഷൻ ക്ലബ് സെക്രട്ടറിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഇപ്പോൾ 2005 ജനുവരി 11-ാം തീയതി കഴിഞ്ഞ ആദ്യത്തെ ഹൃദ്യം 25-ൻ്റെ സദസ്സിൽ നിന്നും നന്ദി പ്രസംഗം കഴിഞ്ഞ് പോയി ഏകദേശം ഈ ഹാള് കടന്നു വരെ പോയി തിരിച്ച് വീണ്ടും വന്ന് സ്വാഗതം പറയുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത്രയും വേഗം ഒരു വർഷം കടന്നുപോയി. അത്രയും വേഗത്തിലാണ് കാലം കടന്നുപോയത്. ഒരു വർഷം കടന്നുപോയി, അടുത്ത ഹൃദയത്തിന് തയ്യാറായി വീണ്ടും നമ്മളിവിടെ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒരു വർഷം എത്ര വേഗത്തിൽ കടന്നുപോയി എന്നുള്ള തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം പരിപാടികളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ കാലവും പ്രായവും സമയവും മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ ഒത്തുകൂടാനും സന്തോഷിക്കാനും സമയം വളരെ ചുരുക്കമാണെന്നും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ വിട്ടുപോകരുതെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു വേഗം കാണുമ്പോഴാണ്. അപ്പോൾ വീണ്ടും എല്ലാവരും ഇവിടെ സന്നിഹിതരായി കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും ഇങ്ങനെ ഒത്തുകൂടി ഒരു കുടക്കീഴിലെത്തിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കുന്നതിൽ റിക്രിയേഷൻ ക്ലബിന് അഭിമാനവും. അപ്പോൾ ഈ ചടങ്ങിൽ സ്വാഗതം അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഔദ്യോഗികമായ കർത്തവ്യം. ഇതിൽ ആദ്യം സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ടിനാണ്. ഇപ്പോൾ പൊതുവേ ഒരു ക്ലബിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും സുഗമമാക്കുക എന്നുള്ളത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നിന്നുള്ള പിന്തുണയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ നന്ദി പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടൻ്റ് നമ്മുടെ ക്ലബിൻ്റെയും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരം പരിപാടികളിലും നൽകുന്ന പിന്തുണയുടെ വലിപ്പം. ഏത് പരിപാടിയുടെ കാര്യം പറഞ്ഞാലും അതിന് മുന്നൊരുക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്ത് നമ്മുടെ പരിപാടിക്ക് നൽകുന്ന പിന്തുണ അത്രത്തോളം വലുതാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാളല്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതികളും മനസ്സിലാക്കി ക്ലബിന് പിന്തുണ നൽകുകയും ഈ ക്ലബിൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോ വ്യക്തികളെയും, എനിക്ക് തോന്നുന്നു സാറിന് ഒട്ടുമിക്ക സ്റ്റാഫിനെയും നേരിട്ടറിയാം, പേഴ്സണലി അറിയാം. അപ്പോൾ ഇത്രയും അടുപ്പമുള്ള അദ്ദേഹം ഈ ക്ലബിന് നൽകുന്ന നന്ദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ ഹൃദ്യം 26-ൻ്റെ സദസ്സിലേക്ക് എൻ്റെ പേരിലും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ചെയ്യാൻ പോകുന്ന ചുമതല വളരെ ഭാരിച്ച ചുമതലയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തിയെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം വലുതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന
ഭൂരിഭാഗം എല്ലാവരുടെയും ബാല്യവും കൗമാരവും യൗവനവും എല്ലാം സംഗീതത്താൽ നിറച്ച നമുക്ക് സുപരിചിതരായ ഒട്ടനവധി കലാകാരന്മാരുണ്ട്. ഇപ്പം പാട്ട് പാടാൻ അറിയാത്ത, പ്രത്യേകിച്ച് എന്നെയൊക്കെ പോലെ പാട്ട് പാടാൻ അറിയാത്ത ആൾക്കാരുടെ മൂളിപ്പാട്ടുകളിലെ മിക്ക ഗാനങ്ങളുടെയും സംഗീതം നിർവഹിച്ചത് ഇദ്ദേഹമാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരു സദസ്സിൽ സ്വാഗതം ചെയ്യാൻ കഴിയുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നതും ഭാഗ്യം നിറഞ്ഞതെന്നും അഭിമാനം നൽകുന്നതെന്നും ഒക്കെ നമ്മൾ കരുതുന്ന കുറേയധികം നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കുറേ നിമിഷങ്ങളുണ്ട്, അഭിമാനമുള്ള നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്കിതെല്ലാം കൂടി ഒത്തുചേരുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ ക്ലബിന് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള നിമിഷം, നമുക്കെല്ലാവർക്കും സ്വപ്ന സമാനമായൊരു നിമിഷം. അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു മഹത് വ്യക്തി നമ്മുടെ ഈ സദസ്സിൽ ചീഫ് ഗസ്റ്റായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോ മനുഷ്യരുടെയും എല്ലാവരുടെയും പേരിലും റിക്രിയേഷൻ ക്ലബിൻ്റെ പേരിലും മനസ്സ് നിറഞ്ഞ് സ്വാഗതം ചെയ്തു. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട സലീൽ സാറിനാണ്. അപ്പൊ ഈ പരിപാടി എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഈ പരിപാടി എത്രത്തോളം നമ്മൾ എളുപ്പത്തിൽ നടത്തിയെടുക്കുന്നു എന്നുള്ളത് സലീൽ സാർ നമുക്ക് നൽകുന്ന പിന്തുണയ്ക്കനുസരിച്ച് ഈ പരിപാടി എത്രത്തോളം വിജയിച്ചിട്ടുണ്ടോ അത്രത്തോളം പിന്തുണ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം എവിടെങ്കിലും എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഞാൻ ആദ്യം ഓടിച്ചെല്ലുന്നത് സലീൽ സാറിന്റെ ക്യാമ്പിലേക്ക് ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. കാരണം അവിടെ എനിക്കൊരു ഡൗട്ട് ഫീൽ വരുമ്പോൾ ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന സലീൽ സാർ. ഇപ്പൊ ഈ പരിപാടിക്ക് ചീഫ് കാര്യം ഞാൻ ആലോചിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു, അതായത് ഞാൻ ഈ പരിപാടി, നമ്മൾ ഈ പരിപാടി പദ്ധതിയിട്ട് ഒരു ചീഫ് ഗസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുന്നേ ചീഫ് ഗസ്റ്റിനെ കുറിച്ചുള്ള പ്ലാനുകൾ തയ്യാറായിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുന്നു, സാർ ഇങ്ങോട്ട് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഏത് സന്ദർഭത്തിലും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരാൾ. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ നന്ദി പ്രസംഗത്തിലെ വാചകം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ക്ലബിനെ സംബന്ധിച്ച് ഒരു തണലാണ്, ഒരു ഷെൽട്ടറാണ്. അദ്ദേഹത്തെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സദസ്സിൻ്റെ പേരിലും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് ദീപ മാഡമാണ്. ദീപ മാഡം ഇപ്പോൾ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് പദവിയിലെത്തിയിട്ട്. ഇപ്പം മാഡം DMS ആയിട്ടുള്ള മാഡത്തിൻ്റെ ആദ്യത്തെ ഹൃദയമാണ്. അപ്പം നമ്മളെ എല്ലാവരെയും പോലെ വളരെ എക്സൈറ്റഡ് ആണ് മാഡം. അപ്പോൾ ഈ പരിപാടിയിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ മാഡം അല്ലാതെ കൾച്ചറൽ പ്രോഗ്രാമിനും വളരെ ആക്റ്റീവ് ആയിരുന്നു. ഇത്തവണ ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകളുള്ളതുകൊണ്ട് മാഡത്തിന് കൾച്ചറൽ പ്രോഗ്രാമുകളിൽ വളരെ ചുരുക്കം പരിപാടികളിൽ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. മാഡം ഈ പരിപാടിയോട് കാണിക്കുന്ന പോസിറ്റീവ് അപ്രോച്ച് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നതാണ്. മാഡത്തിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഗൗതം ഹെക്സാറാണ്. സാറ് കുറച്ച് തിരക്കുകളാൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം എത്തിയിട്ടുണ്ട്, ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്കൊപ്പം കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് എത്തിയിട്ടില്ല. ഈ ചടങ്ങിലേക്ക് അദ്ദേഹം ഇല്ലെങ്കിൽ പോലും ക്ലബിൻ്റെ പേരിലും ഏവരുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ബഹുമാന്യനായ അസിസ്റ്റന്റ് ഡയറക്ടർ ശാസ്ത്രി സാറാണ്. ഇപ്പൊ ശാസ്ത്രി സാറിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് ഒരു പങ്ക്ച്വൽ ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലാണ്. സാറ് എനിക്ക് തോന്നുന്നു നേരത്തെ ആർമി ആയിരുന്നു, എയർഫോഴ്സ്. അപ്പൊ ആ ഡിസിപ്ലിനും ആ പങ്ക്ച്വാലിറ്റിയും സാറ് വളരെ ഷാർപ്പാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും വ്യക്തമായ റിപ്ലൈ ഉണ്ട്, എല്ലാ കാര്യത്തിലും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അപ്പൊ സാർ ഇവിടെ വരുമ്പോഴും എല്ലാ കാര്യത്തിലും സാറിൻ്റെ അടുത്ത് നമുക്ക് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായ ക്ലാരിറ്റി വേണം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം സാറിന് കൃത്യമായ ഐഡിയ ഉണ്ടാവും പറയാൻ പോകുന്ന കാര്യത്തെപ്പറ്റി. പക്ഷേ ഈ വന്ന് കയറിയ കാലം മുതൽ ക്ലബിനോട് അദ്ദേഹം കാണിക്കുന്ന സമീപനം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. ശാസ്ത്രി സാറിനെ ഹൃദയപൂർവ്വം ഹൃദയം 26 സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പേഴ്സണലി എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ നമ്മുടെ പ്രിയങ്കരിയായ ANS മിനിമോൾ സിസ്റ്ററാണ്. അപ്പം മിനിമോൾ സിസ്റ്ററെ ഇപ്പം നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലെ വർഷങ്ങളായിട്ടുള്ള ഏവർക്കും സുപരിചിതമായിട്ടുള്ള
അപൂർവം ചില മുഖങ്ങളിൽ ഒന്നാണ് മിനിമോൾ സിസ്റ്റർ. ഇപ്പോൾ ഈ പരിപാടിക്ക് പലപ്പോഴും ഇവിടെ വെച്ചൊരു തുറന്നു പറച്ചിൽ പറയുകയാണെങ്കിൽ ഡ്യൂട്ടിക്കിടയിൽ പലപ്പോഴും ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ സമയം കണ്ടെത്തിയും അല്ലാതെയും എല്ലാം നമുക്ക് ഇറങ്ങി പുറപ്പെടേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെയും നമ്മളുടെ ഒരു മുഷിച്ചിൽ പറയാതെ ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി മാനസികമായിട്ടുള്ള പിന്തുണ നൽകിയതിന് ഞാൻ മിനി സിസ്റ്ററോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയാനുള്ളത് ഇവിടുന്ന് നമ്മുടെ ഉദ്യോഗമണ്ഡൽ എന്ന ESA എന്ന സ്ഥാപനത്തിൽ നിന്നും കാലങ്ങളോളം സർവീസ് ചെയ്ത് റിട്ടയറായി പോയ കുറേയധികം ജീവനക്കാരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിൽ കുറേയധികം പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലും മറ്റും ട്രാൻസ്ഫറായി പോയ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ. ഇപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ പരിപാടിയുടെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയം വരെയും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത കുറേയധികം ആൾക്കാരുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാവുകയും ട്രാൻസ്ഫറായി പോവുകയും ചെയ്ത ആൾക്കാർ. അപ്പോൾ അവരെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് വിഷമമുള്ള കാര്യമാണ്. കാരണം അവർ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തുനിന്ന് വരുന്ന പോലെ തോന്നും. കാരണം ഉദ്യോഗമണ്ഡലിൽ നിന്ന് പോയ ഒരാൾക്കും പുറത്തുനിന്ന് വരുന്നു എന്നുള്ള രീതിയിൽ വരാൻ അവർക്ക് സന്തോഷം ഉണ്ടാകില്ല. കാരണം അവരുടെ വീട് തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഹോം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അടുത്തത് നമ്മുടെ സ്വന്തം സഹപ്രവർത്തകരാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പരിപാടി അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടും നിറഞ്ഞ സദസ്സുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Deputy Director Sri Salil T to grace the dais and deliver presidential address. ആദരണീയനായ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രശാന്ത് കുമാർ മേത്തി സർ, ഇന്നത്തെ മുഖ്യാതിഥി, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. മഹാനുഭാവനായ സംഗീതജ്ഞൻ ശ്രീ മോഹൻ സിതാര സർ, ആദരണീയായ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ദീപ മാഡം, എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ SP ശാസ്ത്രി, ANS മിനി മാഡം, റിക്രിയേഷൻ ക്ലബ്ബ് ഭാരവാഹികൾ ശ്രീ സിബിൻ, ശ്രീ രാകേഷ്, ക്ലബ് സെക്രട്ടറി ബിനു, അഭിവന്ദ്യരായ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാരെ, ESI കുടുംബാംഗങ്ങളെ, കുട്ടികളെ, ഹൃദ്യം, ഹൃദയത്തിന് ഹിതകരമാവുന്നതേതോ അതാണ് ഹൃദ്യം. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഈ ഒരു ഒത്തുചേരൽ ഇവിടെ പദ്ധതിയിടപ്പെടുമ്പോൾ അതിന് ഇത്രയും മനോഹരമായ ഒരു നാമകരണമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും ചുരുങ്ങിയ 2 അക്ഷരങ്ങളിൽ ഇത്രയും മനോഹരമായ ഒരു പേര് ഈ ഒരു കൂടിച്ചേരലിന് കിട്ടി എന്നത് തന്നെ നമുക്ക് ഊർജം പകരുന്ന ഒന്നാണ്. ആ പേര് കണ്ടുപിടിച്ച ആൾ രാകേഷാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ അന്ന് രാകേഷ് തന്നെയല്ലേ? ഹൃദ്യം എന്നുള്ള പേരിട്ട രാകേഷാണ്. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു റീക്രിയേഷൻ തന്നെയാണ്, ഒരു ഉടച്ചുവാർക്കൽ എന്ന് പറയാം. നമ്മൾ നമ്മുടെ വീടുകളിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ലൈവ് ടൈം എപ്പോഴും നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ഔദ്യോഗിക ഭൂമികയിലാണ്. ആ ഔദ്യോഗിക ഭൂമികയിൽ നമ്മൾ ഔദ്യോഗികമായി നാം ചെയ്യേണ്ട എല്ലാ കടമകളും നിർവഹിച്ച്, നമ്മുടെ വീട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഈ നമ്മുടെ ആശുപത്രിയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീജനങ്ങളാണ്. ശരിക്കും ഡബിൾ റോൾ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു വൈഭവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഔദ്യോഗിക ജോലിയിൽ എല്ലാ ശ്രദ്ധയും വേണം, അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കണം. ഇതെല്ലാം ചെയ്ത് ശാരീരികമായും മാനസികമായും തളർന്നു പോകുമ്പോൾ, തളരില്ല എന്നൊക്കെ പറയും, എങ്കിലും നമ്മളെ പലപ്പോഴും ചില തളർച്ചകളൊക്കെ ബാധിക്കാറുണ്ട്. ആ തളർച്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് റീക്രിയേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് റിക്രിയേഷൻ ഈസ് എ മസ്റ്റ്. നമുക്ക് തീർച്ചയായും അത് ആവശ്യമാണ്. അത് നമ്മുടെ തൊഴിൽദാതാക്കൾ തന്നെ അത് സമ്മതിക്കുന്ന കാര്യമാണ്. റിക്രിയേഷൻ ആവശ്യമാണ് എന്നുള്ള, അതിനുള്ള സമയം കണ്ടെത്തണമെന്നുള്ളത് നമ്മുടെ ജോലി ചെയ്യുന്നവരുടെ ഊർജ്ജസ്വലതയും എല്ലാം നിലനിർത്താൻ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം തികച്ചും അഭിമാനാർഹമായ രീതിയിൽ നിർവഹിക്കുന്ന ഒരു റിക്രിയേഷൻ ക്ലബ്ബ് ഉദ്യോഗമണ്ഡലം ESI ആശുപത്രിക്ക് ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. നമസ്കാരം. നമ്മുടെ രണ്ടാം ഹോസ്പിറ്റൽ ദിനത്തെ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. Respected guests, my dear colleagues, their families and friends, we are privileged today to have Sri Mohan S., the renowned music director, as our chief guest, whose presence itself adds a great value to our event. On behalf of the entire hospital family, I extend my deepest gratitude to him. It is a great honor and pride for me to stand here for the second time in a consecutive row to inaugurate Riddhya, the Hospital Day celebration. This hospital started its promising journey more than 50 years back, and now it has become a symbol of hope and trust. With services we are providing is making us so proud. In hospital, often we witness the most challenging moments of life, but we also see the resilience of human spirit every single day. To keep it up, it is equally important that we nurture our own well-being. And today, we got the opportunity to step away from our daily rounds to celebrate the spirit of our hospital, Riddhyam. Thank you all for being a part of the journey of Riddhyam.
my sincere and honest appreciation and thanks to our recreation club for conceptualizing and organizing different events throughout the year in such a way that our visitors also feel that they are integral part of our extended family. We encountered many challenges. Despite of all the odds, we continued to excel in our services, keeping the core values unchanged. Our goal is not just to treat, but to bring back smiles. We reaffirm our commitment to providing the best possible healthcare delivery to our beneficiaries and aspire for our hospital to remain a place filled with hope, peace, and the joy of shared humanity. With that, now I am happy to declare Ridhyam 26 open. Let us make the day a memorable one for all of us. Nanne Namaskaram Bindum Kannam. ഡിസംബർ മാസത്തിൽ വലിയ ഒരു നിർമ്മാണ ബാനറിൻ്റെ ഒരു കൊച്ചു ചിത്രം പുറത്തിറങ്ങി.
പുതിയ സംവിധായകൻ, പുതിയ നായകൻ, പുതിയ നായിക, പുതിയ മ്യൂസിക് ഡയറക്ടർ, പുതിയ വില്ലൻ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നായിരുന്നു ആ ഒരു ചിത്രത്തിൻ്റെ പേര്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ആ ചിത്രത്തിൻ്റെ അണിയറയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പേരും ഇന്ന് സജീവമായി രംഗത്തില്ല. പക്ഷേ ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്നും മലയാള സിനിമാ ലോകത്തേക്ക് ഒരു നക്ഷത്രം ഉദിച്ചുയർന്നു. മോഹൻലാൽ എന്ന ഒരു നക്ഷത്രം. കൃത്യം 6 വർഷങ്ങൾക്ക് ശേഷം നവോദയ തന്നെ പുതുമുഖങ്ങളെ, പുതിയ തിരക്കഥാകൃത്ത്, പുതിയ സംവിധായകൻ, പുതിയ നായിക, ബാലതാരം, മ്യൂസിക് കമ്പോസർ, അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും ഒരു സിനിമ എടുക്കുന്നു. 1 മുതൽ 0 വരെ എന്ന ചിത്രം. രഘുനാഥ് പലേരി എന്ന പ്രശസ്തനായ കഥാകാരൻ്റെ ആകാശത്തിലേക്കൊരു ജാലകം എന്ന ചിത്രത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു 1 മുതൽ 0 വരെ. അതുപോലെ തന്നെ 1 മുതൽ 0 വരെയിൽ അഭിനയിച്ച മറ്റ് താരങ്ങളും സംവിധായകരും എല്ലാം രംഗത്ത് നിന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉദിച്ചുയർന്നത് മറ്റൊരു മോഹനാണ്. ആ മോഹനാണ് ഇന്ന് നമ്മുടെ മുഖ്യാതിഥി. 40 വർഷങ്ങൾക്കുള്ളിൽ 400ഓളം സിനിമകൾ, 800-ൽ പരം ഗാനങ്ങൾ, നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളെയും ആവിഷ്കരിക്കത്തക്ക ഒരു ഗാനശേഖരം, ഒരു ചലച്ചിത്ര ഗാനശേഖരം. നേരത്തെ നമ്മുടെ സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ തലമുറകളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്ന ഗാനങ്ങൾ നൽകിയ ആ മഹാവ്യക്തിത്വത്തെ നിങ്ങളുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ദ റെനൗൺഡ് കമ്പോസർ ശ്രീ മോഹൻ സിതാര. വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ കൂടുതൽ ഫങ്ഷനുകളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. വിളിച്ചാൽ പോലും അതിന് എന്തോ ഞാൻ അങ്ങനെ പോകാറില്ല. എന്നുവെച്ചാൽ അഹങ്കാരം കൊണ്ടൊന്നുമില്ല കേട്ടോ, അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ESIC ഹോസ്പിറ്റലിൻ്റെ ഹൃദയം 2026 എന്ന പ്രോഗ്രാമാണ് എന്ന് സലിൽ എന്നോട് പറഞ്ഞപ്പോൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ഹോസ്പിറ്റൽ, ഞാൻ കുറേ കഷ്ടപ്പെട്ടതാ ഹോസ്പിറ്റലിൽ കിടന്നിട്ട്. അന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കുമാണ് എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മനുഷ്യരുടെ കൺകണ്ട ദൈവമാണ് ഡോക്ടേഴ്സും നേഴ്സുമാരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 4 or 5 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്ന ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവശ്യ നിലയിലായി. അവസാനം മരണം വരെ എത്തി നിൽക്കുന്ന സമയം ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വൈഫ് മക്കളും ഭയങ്കര ടെൻഷനായി. അവർ പിന്നെ ഡെഡ് ബോഡി കൊണ്ടുവന്നാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ 1-2 മാസം കൊണ്ട് കിടക്കുകയാണ്. വീട്ടിൽ ഞാനും മോനും വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ
വൈഫ് 24 മണിക്കൂറും എൻ്റെ കൂടെ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ വീട് ആകെ പൊടി പിടിച്ച് ആകെ കുളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ പ്രശ്നമാണെന്ന് അറിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഒരു സോറി കേട്ടോ, അങ്ങനെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക. കാരണം ആൾക്കാർ ഒരുപാട് വരണല്ലേ എന്നൊക്കെ പറഞ്ഞ് വൈഫിനോട് പറഞ്ഞ് അവർ വല്ലാത്തൊരു പിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയായി. പക്ഷേ എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. 100% പോയ ഞാൻ, എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് വീണ്ടും ഉയർത്തി. ഇപ്പോൾ ഞാൻ വീണ്ടും പഴയ ലെവലിൽ തന്നെയായി. ഇപ്പോഴും ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 40 വർഷം തികയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. അതിൻ്റെ ഒരു വലിയൊരു ഫങ്ഷൻ എന്നോട് നടക്കണ്ടായി. മമ്മൂക്കയും പിന്നെ ഞാൻ കൊണ്ടുവന്ന ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ജോൾസിന്, മഞ്ചരി, അഫ്സൽ, മധു ബാലകൃഷ്ണൻ, അമൃത സുരേഷ്, എം ജി ശ്രീകുമാർ ഞാനല്ല കൊണ്ടുവന്നത്. പക്ഷേ ഇവരൊക്കെ വെച്ചിട്ട് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ ക്ഷീണത്തിലാണ് ഞാനിപ്പോൾ. ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നെ രക്ഷപ്പെടുത്തിയത് ദൈവം കഴിഞ്ഞാൽ ഡോക്ടേഴ്സും നഴ്സുമാർ മാത്രമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു വല്ലാത്തൊരു ഒരു മന്ദഗതിയിലായിരിക്കുമല്ലോ നമ്മുടെ ചിന്തകളും മൂമെൻറ്റ്സ് എല്ലാം. അപ്പോഴും പറയാൻ പറ്റില്ല. ഞാൻ ഈ വിസർജനം നടത്തുന്നത്, അപ്പോൾ അതുപോലും ആ നഴ്സുമാരൊക്കെ വളരെ സന്തോഷത്തോടെ അതൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. പാവം ഭാര്യ മക്കളും പോലും ചെയ്യാൻ നടക്കുന്നത് അവർ വളരെ സന്തോഷത്തോടെ അതൊക്കെ ചെയ്യണ കണ്ടപ്പോഴേ മനസ്സ് എന്തോ പോലെയായി. അത് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും മറക്കാൻ കഴിയില്ല. എനിക്കെന്നല്ല, മനുഷ്യരായ ഒരാൾക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല. അത് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒന്നും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ ഫംഗ്ഷന് എന്നെ ക്ഷണിച്ച സലീലിനും ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട് സർ. ഇന്നലെ സാറിനെ ആദരിച്ച ആ ഒരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ സംബന്ധിക്കാനുള്ള ഒരു സൗഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ എന്താണ് നടന്നതെന്ന് അറിഞ്ഞാൽ, ഈ ഒരു രത്നത്തെ ഇന്ന് നമ്മൾക്കെല്ലാവരുടെയും മുന്നിൽ കിട്ടിയതിൻ്റെ ഒരു മഹത്വം എന്തെന്നറിയണമെങ്കിൽ അത് നിങ്ങൾ കാണണമായിരുന്നു. മലയാള സിനിമയുടെ മഹാനടൻ മമ്മൂട്ടിയും പ്രശസ്ത സംവിധായകരായ കമൽ, സിബി മലയിൽ, ജോസ് തോമസ്, ജോണി ആൻ്റണി, ഗായകരായിട്ടുള്ള വിജയ് യേശുദാസ്, എം ജി ശ്രീകുമാർ, മധു ബാലകൃഷ്ണൻ, അഫ്സൽ, ജ്യോത്സ്ന, അങ്ങനെയുള്ള ഒരു കൂട്ടം ഗായകരും ഇദ്ദേഹത്തിന് ആ ഒരു അർപ്പിച്ച ആദരം, അത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് അറിയാം. എങ്കിലും നമ്മുടെ ഈ ഒരു കൊച്ചു കൂട്ടായ്മയിൽ ഇന്ന് നമ്മുടെ മുന്നിൽ സന്നിഹിതനാവാൻ കാണിച്ച ആ വലിയ മനസ്സിന് ഒരു നിറഞ്ഞ കയ്യടി നമ്മൾ നൽകിയേ പറ്റൂ. അത്രയ്ക്കും മഹാനായ ഒരു സംഗീതജ്ഞനാണ്. സംഗീതമല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ കുടുംബത്തെക്കുറിച്ചോ സുഹൃത്തുക്കളെക്കുറിച്ചോ പോലും സാറ് ഓർക്കുന്നുണ്ടാവില്ല.
1986 എന്നുള്ള ഒരു വർഷം മലയാള ചലച്ചിത്ര സംഗീതത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു വർഷമായിരുന്നു. SP വെങ്കടേഷ്, ഔസേപ്പച്ചൻ, രവി ബോംബെ എന്നുള്ള അങ്ങനെയൊക്കെയുള്ള കമ്പോസേഴ്സിനെ നമുക്ക് കിട്ടിയത് 1980. അവരുടെയൊക്കെ ആദ്യ ചിത്രങ്ങൾ പുറത്തു വരുന്നത് 1986. അക്കൂട്ടത്തിൽ നമുക്ക് ലഭിച്ച ഒരു രത്നമാണ് മോഹൻ സിതാര സാർ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റു പലരും സജീവമല്ലാത്തപ്പോഴും ഇപ്പോഴും അദ്ദേഹം ഒരു കമ്പോസർ എന്ന നിലയിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ തിരക്കിനൊക്കെ ഇടയിലും നമ്മുടെ കൂടെ സാറ് വരുന്നു, നമ്മളോടൊപ്പം സമയം ചിലവഴിക്കുന്നു. തികച്ചും നമുക്ക് അഭിമാനിക്കാം. ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി സാർ. പ്ലീസ്. On behalf of all of us, I extend heartfelt thanks to Mr. Mohan Sitara for that inspiring and insightful keynote address. We are truly honored by your presence and grateful for your valuable words, sir. Thank you so much. Next, I welcome Dr. Deepa Joseph for felicitation. Respected Medical Superintendent Prashant Kumar Maiti sir, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ മോഹൻ സിതാര സർ, ഡെപ്യൂട്ടി ഡയറക്ടർ സലിൽ സർ, AD SV ശാസ്ത്രി സർ, ANS മാഡം, റിക്രിയേഷൻ ക്ലബ് ഭാരവാഹികളെ, ESIC ഹോസ്പിറ്റൽ ഉദ്യോഗമണ്ഡൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റാഫ് മാത്രമല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഇത് കാണുന്നത് തന്നെ എന്ത് വലിയ സന്തോഷമാണല്ലേ. കഴിഞ്ഞ ഹൃദ്യം 2025 അത് നമ്മളിപ്പോഴും ഓർമ്മയിൽ അതിൻ്റെ മെമ്മറീസൊക്കെ ചെറിഷ് ചെയ്യുന്നുണ്ട്. ഇത്ര വേഗമാണ് ഒരു വർഷം കടന്നുപോയത്. ഈ വർഷം നമുക്ക് ഹൃദയത്തിൽ നമുക്ക് മോഹൻ സിതാര സാറിനെ മുഖ്യാതിഥിയായി ലഭിച്ചു. നമുക്ക് വലിയ ഭാഗ്യമാണ്. ഇത്രയും നന്നായിട്ട് ഈ ഹൃദയം ഓർഗനൈസ് ചെയ്യുന്ന റിക്രിയേഷൻ ക്ലബിനും പ്രത്യേകം അഭിനന്ദനം. ഹൃദയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റിക്രിയേഷൻ ക്ലബ് മെമ്പേഴ്സ്, പിന്നെ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ എല്ലാവരെയും ഞാൻ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ഹൃദയം 2027 വരെ ചെറിഷ് ചെയ്യാനുള്ള ഒരു സുന്ദരമായ ദിവസമായി ഇത് മാറട്ടെ. എല്ലാവർക്കും ആശംസകളും സ്വാഗതവും. നന്ദി. Next, I would like to welcome Sri SV Shastri, Assistant Director, ESIC Hospital, Udyog Mandal. Good evening, everybody. Esteemed guests, MS sir, respected officers, executive committee, dedicated doctors, the tireless paramedical staff, our supportive staff, wonderful members and all family members. Welcome to Hridayam, where healing meets harmony. Today is the day to reflect, rejoice and renew our commitment to health and healing. I extend a special welcome to our chief guest, Shri Mohan Sitara sir, whose presence honors us. Thank you, sir. We are deeply grateful to our visionary leadership, especially Dr. Prashant Kumar Maiti sir, Medical Superintendent, ESI Hospital Udyog Mandal, for guiding us with wisdom and dedication, fostering an environment of excellence and compassion. Today, we honor the heart and soul of our hospital, incredible team, to our doctors, your skill and dedication save lives daily. To our nursing officers and paramedical staffs, your compassion turns care into comfort. To our support staff, from administration including hospital managers,
housekeeping, security, ambulance, and staff car services. Your tireless efforts ensure seamless operations. We all together embody the spirit of service, turning challenges into triumphs and making our hospital a beacon of hope. Sir, recently we have started the cardiac and gastro suites after renovation. The new labor room is equipped with state-of-the-art facilities. The waiting area for the IPs has been extended for accommodating more visitors. The work in the dental is in the final stage. Other projects like dialysis unit, expansion of the canteen, internal roads, covered parking for cars and bikes, etc. are in the pipeline, which are coming shortly. Here, I also want to mention that improvement of the hospital is a continuous process, and my team, with the guidance of MS sir, all HODs, ANS ma'am, paramedical staff, along with housekeeping and security, are working together for betterment of it. Success in healthcare is never a solo act. It's a symphony of collaboration, effective and efficient delivery of services by the doctors of each department and their staff, and timely actions of the top management to the last person in the hierarchy. Each one is equally important. Thank you to our patients and their families for placing their trust in us. Thank you all for your unwavering support. We are a team, a family, bound by a common purpose. As we look forward, let's carry the spirit of this evening with us. May we continue to innovate, to care with empathy, and to uphold the highest standards of healthcare. Let's dream bigger, serve better, and build an even healthier future together. Thank you all for being here to celebrate with us. May this evening be filled with joy, and may our collective spirit continue to heal and inspire. Thank you. ESIC Hospital Udyog Mandal for felicitation. Respected Medical Superintendent Dr. Prashant Kumar Maiti sir, today's our chief beloved guest, Sri Mohan Sithara sir, Deputy Medical Superintendent Dr. Deepa Joseph ma'am, Deputy Director Sri Salil sir, Assistant Director S.V. Shastri sir, loving RC members, other dignitaries on and off the dais, dear ESIC family members, and my dear friends, a warm greetings of the day. It is a wonderful and glorious day in our life. We are honored and humbled to witness the presence of the legend Sri Mohan Sithara among us. ആംഗലേയ ഭാഷ ഇവിടെ അധികപ്പറ്റാണെന്ന് തോന്നുന്നു. എനിക്ക് 1986 1 മുതൽ 0 വരെ എന്ന സിനിമയിലൂടെ മലയാള സംഗീത ആസ്വാദന രംഗത്തേക്ക് കാലെടുത്തു വെച്ച ശ്രീ മോഹൻ സിത്താര നമുക്കായി ഒട്ടേറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. ശ്രീ ബിനു സിയാർ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ബാല്യവും കൗമാരവും യൗവനവും എല്ലാം അദ്ദേഹത്തിൻ്റെ മനോഹരങ്ങളായ ഗാനങ്ങളിലൂടെ കടന്നുപോയതാണ്. മഴവില്ലിലെ ശിവദവും ജോക്കറിലെ ധ്വനി തരംഗവും എനിക്കേറെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ്.
അദ്ദേഹത്തിൻ്റെ ഒന്ന് എന്ന് പറയാൻ പറ്റില്ല, ഒരു 100 ഗാനങ്ങളെങ്കിലും മൂളാത്ത ഒരാൾ പോലും ഇവിടെ ഇരിക്കുന്നുണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ശ്രീ സലിൽ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീത സപര്യയിൽ 40 വർഷം തികഞ്ഞ ഈ അവസരത്തിൽ എൻ്റെ എന്താ പറയട്ടെ, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആദരവ് അങ്ങയോട് അർപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ വിഷ്ണു അച്ഛൻ്റെ പാദത്തിന് സംഗീത സംവിധാനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ പോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകൻ ആയി തീരട്ടെ എന്ന് ആശംസിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. റീക്രിയേഷൻ ക്ലബ് സംഘടിപ്പിക്കുന്ന ഈ ഹോസ്പിറ്റൽ ഡേ നമുക്കെല്ലാവർക്കും ഒരു പുത്തൻ ഉണർവാണ്. ഇത്തരം കലാപരിപാടികളും കൂട്ടായ്മയും എല്ലാ തട്ടിലുമുള്ളവരെ ഒരുമിച്ച് കൈകോർത്ത് കൂടെ നിർത്താൻ സഹായിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെയോ പേ ലെവലിൻ്റെയോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു ടീമായി പ്രവർത്തിക്കാൻ ഇത്തരം പരിപാടികൾ വഴിവിളക്കാവുന്നു. തുടർന്നും റിക്രിയേഷൻ ക്ലബിൻ്റെ ഇത്തരം സാഹോദര്യമാർന്ന പരിപാടികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീ മോഹൻ സിതാര സർ പറഞ്ഞു, ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നേഴ്സുമാരും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാണെന്ന്. അങ്ങയുടെ ഈ ആദരം ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു സർ. നന്ദി സർ. അതേപോലെ അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഓരോ ആഗ്രഹം. ശ്രീ ശാസ്ത്രി സാറുമായിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെയും നേഴ്സുമാരെയും കുറിച്ചുള്ള ഒരു കവിത അങ്ങ് രചിക്കുകയും കമ്പോസ് ചെയ്യുകയും പാടുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉടനെയല്ല സർ, സാറിൻ്റെ നിമിഷത്തിൽ സാധിക്കും, എങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെയൊരു കവിത. ജീവന്റെ കാവൽക്കാരായ നമ്മൾ ഓരോരുത്തരും ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുകയും ഈ പ്രക്രിയയിൽ ഒരു രോഗിക്ക് പോലും യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നത് നമ്മുടെ RCക്ക് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഭാവിയിലേക്കും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ ആരോഗ്യവും ഉത്തരവാദിത്വവും സന്തോഷവും ആഘോഷങ്ങളുമായി ഒരു സന്തുലിതാവസ്ഥയോടെ കൊണ്ടുപോകാൻ ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദ്യം 26-ന് എല്ലാവിധ ഭാവകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. It is my privilege to invite our beloved Medical Superintendent, Dr. Prashant Kumar Mehti, to the dais to hand over a token of love to our honored Chief Guest, Sri Mohan Sitara.
Now I welcome Sri Sibin MB, Treasurer of our Recreation Club. He will tell us our journey towards Hridyam 26. Respected dignitaries, honored of the dais, my dear colleagues and beloved family members, a very good afternoon. Today, as we stand on threshold of Hridyam 26, I feel a swell of pride and gratitude. This is not just another event. It is the result of a dream that was dared, nurtured, and brought to life by all of you. Let me take you back to the beginning. Under the confident leadership of our then Secretary, Mr. Muhammad Nisa, the present committee took up the bold vision of organizing such a mega event for the first time in the history of ESIC Hospital, Udyogmandal, in the year 2025. With the approval of our administration and wholehearted support extended by you, our fellow members, the vision became a reality, marking the beginning of a new era of such meetups in our organization. Under the energetic and dedicated leadership of our program coordinator, Mr. Binu Sia, who now serves as the secretary, Hridyam 2025 was successfully organized. It setting a remarkable benchmark and shining example for all the endeavors. With a little more confidence and much more belief in ourselves, our team is now entering the Hridyam 2026. During the month of November and December, we organized various cultural programs. We divided our entire hospitals into 4 vibrant teams: Team Sindhura, Mayura, Sweda, and Harida. Within the limits of our scope and resources, every team members did their part and participated with healthy and enthusiastic spirit. Oh, really? What talented members we have in our ESIC family. You always give us motivation to do more and more. To be frank, when we first started in the year 2025, there were several doubts. Such a program is feasible in our institution? Will our fellow members will accept it? How will we generate such a huge amount? Short yet but powerful doubts. Hridyam 2025 erased all our doubts. Remember, it was only in the year 2023 and 24 that Recreation Club of ESIC started a monthly contribution. In the beginning, the acceptance towards the monthly contribution was very low. But from 2024 onwards, our fellow members accepted this. Today, we can say that almost 100% of our staff continue to support our club. Over these 2 years, we increased our total monthly collection from rupees 6,000 to nearly rupees 20,000 in the month of August 2025. Thanks to our entire team for supporting every activity organized by our club. Because of your steady support in the last 2 years, we have organized Onam celebrations 2024 and 2025, Hridyam Cultural and Sports Competition 2024 and 2025, Mega Event Hridyam 2025, Iftar Night in the year 2025, Christmas and New Year celebration in 2024 and 25, and many more. One of our notable achievements was the successful organization of our tour programs. Over the last 2 years, we enjoyed relaxing outings, spending a refreshing day at Vagamon in 2024, followed by visits to Idiki Dam and Calvary Mount in the year 2025, strengthening the team spirit among our members. One of the most heartfelt moments has been presenting the token of love to all our transferred and resigned Recreation Club members. That spirit of caring and inclusion is what keeps us together, beyond duties and beyond the schedules. We also actively celebrated various professional days within our organization, fostering unity, professional pride, and a spirit of togetherness among our members. Now standing here, filled with pride before Hridyam 2026. I am certain that with all your support,
this day will become yet another cherished moment. Let us stay happy and cheerful amidst the hectic schedules of our daily work. Let us continue to be the team that believes in healing and harmony side by side. To everyone in our Recreation Club, thank you for your trust, for your faith in this journey, where healing meets harmony. That is not just our tagline. It is the spirit you all bring. Thank you, and let's make the Hridyam 2025-26 an unforgettable event. Thank you. Next, I would like to welcome Sri Rakesh P, Executive Member, for a word of thanks. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, അവരുടെ കുടുംബാംഗങ്ങളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ആനുവൽ ഡേ സെലിബ്രേഷൻ വൻ വിജയം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തേത് അതിലും മികച്ചതായി നടത്താൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എല്ലാ കലാപരിപാടികളും വളരെയധികം സന്തോഷത്തോടെ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയങ്കരനായ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ പ്രശാന്തകുമാർ മേത്തി സാറാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ എന്താവശ്യം മൃഗക്ഷോഭവുമായി ബന്ധപ്പെട്ട് എന്താവശ്യത്തിന് വേണ്ടി ചെന്നാലും അനുഭാവപൂർവ്വം പരിഗണിച്ച് അദ്ദേഹത്തെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാറുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വളരെയധികം തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മോഹൻ സിത്താര സാർ, അവർക്ക് ഞങ്ങളുടെ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അടുത്തതായി എനിക്ക് പ്രത്യേകം നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഡെപ്യൂട്ടി ഡയറക്ടർ സാർ സലീൽ സാറിനാണ്. സാറിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. സാർ ഒരാൾ മാത്രം പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾക്ക് മോഹൻ സിത്താര സാറിനെ ഈ വേദിയിൽ നമുക്ക് ലഭിച്ചത്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തത് ശ്രീ ബിനു സിയാറാണ്. ബിനു സിയാറിൻ്റെ നേതൃത്വമുള്ള കമ്മിറ്റിക്കും പ്രത്യേകിച്ച് സെക്രട്ടറിക്ക് ഞാൻ റിക്രിയേഷൻ ക്ലബിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടന്റ് ദീപ ജോസഫ് മാഡം എപ്പോഴും നമ്മളിൽ ഒരാളായി കൂടെ ഉണ്ടാവാറുണ്ട്. മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടിയായി ആത്മാർത്ഥമായി സഹകരിക്കുകയും വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ശാസ്ത്രി സാറിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസ അർപ്പിച്ച് സംസാരിച്ച മിനിമോൾ സിസ്റ്റർക്ക് റിക്രിയേഷൻ ക്ലബിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പെൻഷനേഴ്സ്, ട്രാൻസ്ഫറായി പോയവർ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും, സദസ്സിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഫിനാൻസ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, മീഡിയ കമ്മിറ്റി, ഇൻവിറ്റേഷൻ കമ്മിറ്റി, സ്റ്റേജ് കമ്മിറ്റി, ഡെക്കറേഷൻ കമ്മിറ്റി, എല്ലാ കമ്മിറ്റികൾക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സഹപ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ യാഥാർത്ഥ്യമായത്. നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നു. നമ്മൾ നമ്മുടെ കലാപരിപാടികളിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു.